അപ്പോൾ ചിലരെങ്കിലും നെറ്റിചുളിക്കും BJP-യും CPM-ഉം സഖ്യമോ എന്ന്. എന്തുകൊണ്ട് സാധ്യമല്ല? CPM-ന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുക. എക്കാലത്തും അവർ പറഞ്ഞതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സമരം മാത്രമല്ല, സ്വകാര്യ നിക്ഷേപം, ആശ്രയ കോളേജുകൾ, ഇപ്പോഴത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരെ CPM-ന്റെ എല്ലാ നിലപാടുകളും അവർ തിരുത്തിയിട്ടുണ്ട്. അവർക്ക് അതിലൊരു ലജ്ജയുമില്ല, അവർ അതിൽ കുറ്റബോധമില്ല. അവർ പറയുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അടവ് തന്ത്രം എന്ന നിലയിൽ എന്തു നിലപാട് മാറ്റാം. CPM അങ്ങനെ നിലപാട് മാറ്റിയിട്ടുണ്ട്. എന്തിനേറെ ജനസംഘവുമായി ചേർന്ന് പിണറായി വിജയൻ പോലും മത്സരിച്ചിട്ടുണ്ട് എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം BJP-യോടുള്ള അവരുടെ എതിർപ്പ് എന്ന് പറയുന്നത് അവരുടെ വോട്ടിന് വേണ്ടിയുള്ള ഒരു അടവ് തന്ത്രം മാത്രമാണ്. ഇനി BJP-യോട് ചേർന്ന് നിന്നാണ് വോട്ട് കൂടുതൽ കിട്ടുന്നതെങ്കിൽ ആ നിലപാടിലേക്ക് മാറാൻ CPM-ന് ഒരു നാണവും ഉണ്ടാവില്ല. അതിനനുസരിച്ച് അണികൾ മാറുകയും ചെയ്യും. ഇപ്പോൾ പിണറായിയുടെ നീക്കം അങ്ങനെയാണ്. പരസ്യമായി ഇതൊന്നും സമ്മതിക്കില്ല. ഏതു തരത്തിൽ സഖ്യം എന്നത് രണ്ടാമത്തെ കാര്യം. പരസ്യ സഖ്യമാണോ രഹസ്യ സഖ്യമാണോ എന്നത് രണ്ടാമത്തെ കാര്യം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്നത് രാഷ്ട്രീയ പാർട്ടിയും UDF എന്ന സംവിധാനവും BJP ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം വഴിയെ പോയ സകല പ്രതിപക്ഷ നേതാക്കളും ജയിലിൽ അടച്ചിട്ടും പിണറായിയെ തൊടാത്തത്. പിണറായി ഡൽഹിയിൽ പോയി പലതവണ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും നേരിട്ട് കണ്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരുടെ മുഖ്യ ശത്രുവായിരിക്കുന്നിടത്തോളം, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആയിരിക്കുന്നിടത്തോളം കണ്ണടയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല.